നമസ്തേ. ജീവിതത്തിൽ നാം ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. കുടുംബജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നാം. നമുക്ക് താല്പര്യമില്ലാത്തതോ അഭിപ്രായ വ്യത്യാസമുള്ളതോ ആയ കാര്യങ്ങളിൽ വഴക്കുണ്ടാവാതിരിക്കാൻ, സമാധാനമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നാം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. അപ്പുറത്ത് നിൽക്കുന്നവരുടെ സന്തോഷത്തിനു വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്നു. തീർച്ചയായും ആ ഭാവം നമ്മുടെ മുഖത്തും ബോഡി ലാംഗ്വേജിലും എല്ലാം പ്രതിഫലിച്ചു കാണാം. മുഖം മനസ്സിന്റെ കണ്ണാടിയാണല്ലോ. എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരാൾ തന്നെയാണെങ്കിൽ അത് സാവധാനം പുറത്തു പറയാതെയുള്ള, പ്രകടിപ്പിക്കാതെയുള്ള ഒരുതരം അസംതൃപ്തിയിലേക്ക് നയിക്കും. അത് നമ്മുടെ ഉത്സാഹത്തിനും ഊർജ്ജസ്വലതയ്ക്കും മങ്ങലേൽപ്പിക്കും. പുറമേ മറ്റുള്ളവർ നോക്കുമ്പോൾ വഴക്കും ബഹളവുമില്ലാത്ത അന്തരീക്ഷമാണെങ്കിലും എവിടെയൊക്കെയോ മുറിവുകളുണ്ട്, പുകയുന്ന എരിയുന്ന മൗനമായ പ്രതിഷേധങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ മറുപക്ഷത്തുള്ളവർ തയ്യാറാകുന്നില്ല. അഥവാ മനസ്സിലായാൽ തന്നെയും അതിൻ്റെ അന്തരാത്മാവിലേക്ക് കടന്നു ചെല്ലാൻ ധൈര്യപ്പെടുന്നില്ല. പണം കൊണ്ടോ അധികാരം കൊണ്ടോ മേൽത്തട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നടപ്പാവണം, അതിൻ്റെ ഗുണദോഷവശങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലേക്ക് തിരിഞ്ഞു നോക്കാൻ മാത്രം മനസ്സ് വലുതാവുന്നില്ല. ശരിയായ ഒരു ടീം ലീഡർഷിപ്പിൽ നിന്ന് വാസ്തവത്തിൽ അകന്നു പോവുകയാണ്. ഒരു ലീഡർ എന്നാൽ സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നടപ്പിൽ വരുത്തുവാൻ കഴിവുള്ളവൻ എന്നാണോ? അതോ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെ ഒരു കുടക്കീഴിൽ ഏകോപിപ്പിച്ച് കൊണ്ടു നടക്കാൻ പ്രാപ്തിയുള്ളവൻ എന്നാണ്? കാഴ്ചയിൽ വ്യത്യസ്തരാകുന്നത് പോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ പഠിപ്പിച്ച അധ്യാപകർ, നാം വായിച്ച പുസ്തകങ്ങൾ, നാം കണ്ടിട്ടുള്ള സിനിമകൾ, നാം ജനിച്ചു വളർന്ന നാട്, അവിടുത്തെ സംസ്കാരം, ഇതെല്ലാം നമ്മുടെ ധാരണകളെ സ്വാംശീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നതിൽ നിന്നും തുലോം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെയും കൂടെ ചേർത്ത് നിർത്തുന്നതിന് നാം അവരെ കൂടി ഉൾക്കൊള്ളുന്നത്ര വലുതാകണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ, അവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ കണ്ണും കാതും തുറന്നിരിക്കണം. ഒരു ഏകാധിപതിയുടെ സ്വരമില്ലാതെ തുറന്ന ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണം. ഒച്ചപ്പാടോ ബഹളങ്ങളോ ഉണ്ടായാൽ പോലും അതൊരു പുകയുന്ന നെരിപ്പോടിനേക്കാൾ എന്തുകൊണ്ടും അഭികാമ്യമാണ്. ഗുണദോഷവശങ്ങൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ അല്പസ്വല്പം മാറ്റങ്ങളോടെ അവർ അംഗീകരിച്ചെന്നിരിക്കാം. അവിടെ അത് നിങ്ങളുടെ അഭിപ്രായമല്ല, അവരുടെയും അഭിപ്രായമല്ല, നമ്മുടെ അഭിപ്രായമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള തീരുമാനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞ് അവരെ കൂടി ചേർത്ത് നിർത്താനായാൽ അവർ അവിടെ സന്തോഷത്തോടെ പുതിയ തീരുമാനത്തിന്റെ വക്താക്കളാവുകയാണ്. അർഹിക്കുന്ന സ്നേഹവും കരുതലും കൈത്താങ്ങും കൊടുത്ത് കൂടെ നിൽക്കുന്നവരെ കൈപ്പിടിച്ചുയർത്തുന്നവനാണ് യഥാർത്ഥ ലീഡർ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കിന് പകരം അഡാപ്റ്റേഷൻ എന്ന പുതിയ വാക്കിലേക്ക് അവർ സന്തോഷത്തോടെ ചുവടുമാറുകയാണ്. എന്താണ് അഡാപ്റ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം? എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ടു ദ ന്യൂ സിറ്റുവേഷൻ. പുതിയ സാഹചര്യത്തെ സ്വന്തമെന്ന് കണ്ട് അതിനുവേണ്ടി സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണത്. അങ്ങനെയുള്ള ചിലരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്ന ആഗ്രഹത്തോടെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആൽബത്തിലെ ഒരു ഫോട്ടോയിലും ഇവരെ കണ്ടില്ലെന്നിരിക്കും. കാര്യം കഴിഞ്ഞാൽ അവരെ കറിവേപ്പില പോലെ പുറത്തു നിർത്തിയെന്നും വരാം. പക്ഷെ അതൊന്നും അവരെ ബാധിക്കുന്നതേയില്ല. കറിവേപ്പിലയായാലും കണ്ണിന്റെ കൃഷ്ണമണിയായാലും അതെല്ലാം താൽക്കാലികം. എന്റെ കർമ്മമേഖല അതിനേക്കാളെല്ലാം എത്രയോ മേലെയാണ്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നത് എൻ്റെ പ്രകൃതിയാണ്. താൽക്കാലിക പ്രതിഫലങ്ങളെ കുറിച്ചൊന്നും ഞാൻ ബോധവാനേയല്ല. എൻ്റേത് എന്ന വാക്കിൽ നിന്ന് പരിണമിച്ച് നമ്മുടേത് എന്ന വാക്കിലേക്ക് ഞാൻ ചുവടുമാറിക്കഴിയുമ്പോൾ ജയം എപ്പോഴും നമുക്കാണ്, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനാണ്. ഒറ്റയ്ക്ക് സന്തോഷിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് സന്തോഷിക്കുന്നതല്ലേ ഏറ്റവും ശ്രേഷ്ഠം. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.